അപ്പുറത്തെ ബോയ്സ് ഹോസ്റ്റലിൽ നോക്കിക്കൊണ്ട് നിൽക്കുക അല്ലേ? പിന്നെ ഏതല്ല ജെറ്റ് പോകുന്നത് നോക്കുവോ ഞങ്ങള്? എവിടെ ഇതുകൊണ്ടേ അല്ലേ ചേച്ചി പതിവില്ലാതെ ജെറ്റൊക്കെ പോകുന്ന എന്താ? ഇനി വല്ല യുദ്ധം നടക്കുന്നുണ്ടാ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? നാളെ ലീവാണെന്നുള്ള കാര്യം അറിഞ്ഞായിരുന്നോ? അത് നാളെ ട്രാഫിക് ബ്ലോക്ക് ആയോണ്ടല്ലേ? ബ്ലോക്ക് ആയത് എന്തുകൊണ്ടാ? നാളെ നേവി ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതൊക്കെ ഒരു വലിയ സ്റ്റോറിയാ, ഞാൻ പറഞ്ഞുതരാം. അയ്യോണ്ട ഇപ്പൊ പറയണ്ട, നോക്കാം നമുക്ക്. അയ്യോ സാറ്, എന്താ ഇവിടെ പരിപാടി? അതൊരു സ്റ്റോറി. ആ സ്റ്റോറിയും കയ്യാങ്കളിയൊക്കെ ഞാൻ കണ്ടു. ഇനിയിപ്പോ ആ സ്റ്റോറി മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. സാറ് ഞങ്ങൾക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. ഇരിക്കാൻ അവിടെ. എന്തുകൊണ്ടാണ് ഡിസംബർ 4 നേവൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയൂ? അതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഡിസംബർ 3, 1971 പാകിസ്ഥാന്റെ എയർഫോഴ്സ് ഇന്ത്യയിലുള്ള എയർബേസസ് അറ്റാക്ക് ചെയ്യുന്നു. 1, 2 അല്ല, 11 എയർബേസസ്. ഈ ഒരു ഓപ്പറേഷൻ അവരിട്ട പേരാണ് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. ഈ ഒരു ഓപ്പറേഷന്റെ വിജയം അവർ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. തൊട്ടടുത്ത ദിവസം ഡിസംബർ 4 ഇന്ത്യ കോസ്റ്റൽ സർവേലൻസിന് മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെറും 3 മിസൈൽ ബോട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് പാകിസ്ഥാന്റെ കറാച്ചിയിലുള്ള നേവൽ ബേസ് അടിച്ചു തകർക്കുന്നു. ഈ ഒരു ഓപ്പറേഷന് നമ്മളിട്ട പേരാണ് ഓപ്പറേഷൻ ട്രൈഡന്റ്. ഈ ഒരു ഓപ്പറേഷൻ ട്രൈഡന്റ് ആണ് പിന്നീട് പാകിസ്ഥാന്റെ ഹിസ്റ്ററി തന്നെ റീറൈറ്റ് ചെയ്ത ബംഗ്ലാദേശ് ലിബറേഷനിലേക്ക് നയിക്കുന്നത്. ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസംബർ 4 നമ്മൾ നേവൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്.